ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ. ഒന്നാമത്തെ ചോദ്യം, 3-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പൗലോസ് ശ്ലീഹ ഗലാത്യക്കാരെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ഭോഷന്മാരായ ഗലാത്യക്കാരെ. എന്താണ് പൗലോസ് ശ്ലീഹ ഗലാത്യക്കാരിൽ നിന്ന് അറിയാൻ ആഗ്രഹിച്ചത്? നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? അബ്രാഹാം ദൈവത്തെ വിശ്വസിച്ചത് അവനെ എങ്ങനെയായാണ് പരിണമിച്ചത്? നീതിയായി. അബ്രാഹാം എന്തു ചെയ്തതാണ് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്? ദൈവത്തെ വിശ്വസിച്ചത്. അബ്രാഹത്തിൻ്റെ മക്കൾ എങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലാക്കണമെന്നാണ് പൗലോസ് ശ്ലീഹ ഗലാത്യക്കാരോട് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസമുള്ളവർ. വിജാതീയരെ ദൈവം എപ്രകാരം നീതീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വിശ്വാസം വഴി. ആരെയാണ് വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്? വിജാതീയരെ. നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകുമെന്ന സദ്വാർത്ത ആരെയാണ് അറിയിച്ചത്? അബ്രാഹത്തെ. വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം അബ്രാഹത്തെ അറിയിച്ച സദ്വാർത്ത എന്ത്? നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും. ആരാണ് വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നത്? വിശ്വാസമുള്ളവർ. വിശ്വാസമുള്ളവർ ആരോടൊത്താണ് അനുഗ്രഹം പ്രാപിക്കുന്നത്? അബ്രാഹത്തോടൊത്ത്. ആരെല്ലാമാണ് ശാപത്തിന് വിധേയരാണെന്ന് പറഞ്ഞിരിക്കുന്നത്? നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്നവർ. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും എന്തിനു വിധേയരാണ്? ശാപത്തിന്. നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ എങ്ങനെയുള്ളവനാണ് എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ശപിക്കപ്പെട്ടവൻ. എന്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവനാണ് ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞിരിക്കുന്നത്? നിയമഗ്രന്ഥത്തിൽ. നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം എന്തു ചെയ്യാതിരിക്കുന്നവനാണ് ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞിരിക്കുന്നത്? അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ. ദൈവസന്നിധിയിൽ ഒരുവനും എന്തുവഴി നീതീകരിക്കപ്പെടുന്നില്ല എന്നതാണ് വ്യക്തമാണെന്ന് പറഞ്ഞിരിക്കുന്നത്? നിയമം വഴി. നീതിമാൻ എന്തുവഴിയാണ് ജീവിക്കുന്നത്? വിശ്വാസം. ആരാണ് വിശ്വാസം വഴി ജീവിക്കുന്നത്? നീതിമാൻ. നിയമത്തിൻ്റെ അടിസ്ഥാനം എന്തല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വിശ്വാസം. വിശ്വാസം എന്തിൻ്റെ അടിസ്ഥാനമല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിയമത്തിൻ്റെ. നിയമം വഴി ജീവിക്കുന്നതാരാണ്? നിയമം അനുഷ്ഠിക്കുന്നവൻ. നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചതാരാണ്? ക്രിസ്തു. എങ്ങനെയാണ് ക്രിസ്തു നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചത്? നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട്. എങ്ങനെയുള്ളവനാണ് ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നത്? മരത്തിൽ തൂക്കപ്പെടുന്നവൻ. മരത്തിൽ തൂക്കപ്പെടുന്നവൻ എങ്ങനെയുള്ളവനാണെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ശപിക്കപ്പെട്ടവൻ. ആർക്ക് ലഭിച്ച അനുഗ്രഹമാണ് യേശുക്രിസ്തു വഴി വിജാതീയരിലേക്ക് വ്യാപിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്? അബ്രാഹത്തിന്. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി ആരിലേക്ക് വ്യാപിക്കേണ്ടതുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വിജാതീയരിലേക്ക്. ഒരുവൻ്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് എന്തു ചെയ്യാറില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അസാധുവാക്കുകയോ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ എത്ര വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം അസാധുവാക്കുകയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 430 വർഷങ്ങൾക്ക് ശേഷം. 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച എന്തിനെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉടമ്പടിയെ അഥവാ വാഗ്ദാനത്തെ. പാരമ്പര്യാവകാശം എന്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അതൊരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിയമത്തിൽ നിന്ന്. ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം വഴി നൽകിയതെന്താണ്? പാരമ്പര്യാവകാശം. ദൈവം അബ്രാഹത്തിന് പാരമ്പര്യാവകാശം നൽകിയത് എന്തുവഴിയാണ്? വാഗ്ദാനം വഴി. വാഗ്ദാനം സിദ്ധിച്ച അബ്രാഹത്തിന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നൽകപ്പെട്ടത് എന്താണ്? നിയമം.
ആർക്കാണ് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടത്? വാഗ്ദാനം സിദ്ധിച്ചവന്, അതായത് അബ്രാഹത്തിന്. വാഗ്ദാനം ലഭിച്ചവന് നൽകപ്പെട്ട നിയമം ആരു വഴിയാണ് വിളംബരം ചെയ്യപ്പെട്ടത്? ദൈവദൂതന്മാർ വഴി, ഒരു മധ്യവർത്തിയിലൂടെ. എങ്ങനെയുള്ള ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ജീവദായകമായ ഒരു നിയമം. ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത്? നീതി. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും എന്തിനതീതരാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചത്? പാപത്തിന്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ആര് വാഗ്ദാനം പ്രാപിക്കേണ്ടതിനാണ് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചത്? വിശ്വാസികൾ. എന്ത് ആവിർഭവിക്കുന്നതിന് മുൻപാണ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നത്? വിശ്വാസം. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുൻപ് നമ്മൾ എന്തിൻ്റെ കാവലിലായിരുന്നു? നിയമത്തിൻ്റെ. എപ്പോൾ വരെയാണ് നമ്മൾ നിയമത്തിന് നിയന്ത്രണാതീതരായി കഴിഞ്ഞത്? വിശ്വാസം വെളിപ്പെടുന്നതുവരെ. ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നത് എന്തിനു വേണ്ടിയാണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന്. നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് എപ്പോൾ വരെയാണ് നിയമം നമ്മുടെ പാലകനായിരുന്നത്? ക്രിസ്തുവിൻ്റെ ആഗമനം വരെ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നമ്മുടെ പാലകനായിരുന്നത് എന്താണ്? നിയമം. നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരായിരിക്കുന്നത് എന്തു വഴിയാണെന്നാണ് ഗലാത്യക്കാരോട് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ആരായിരിക്കുന്നുവെന്നാണ് ഗലാത്യക്കാരോട് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ദൈവപുത്രന്മാർ. എന്തിനു വേണ്ടി? സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നാണ് ഗലാത്യക്കാരോട് സ്ലീഹ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി എന്ത് സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്നാനം. നിങ്ങൾ എങ്ങനെയുള്ളവരാണെങ്കിലാണ് അബ്രാഹത്തിൻ്റെ സന്തതികളാകുന്നതും വാഗ്ദാനമനുസരിച്ച് അവകാശികളാകുന്നതും? ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ. താങ്ക് യു.